ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിലുള്ള ഇലോൺ മസ്കിന്റെ വിശദീകരണം അദ്ദേഹത്തിന്റെ ചരിത്രമെഴുതുന്ന അമേരിക്കക്കാരനായ വോൾട്ടേർ ഏസിയാസ് പറയുന്നില്ലേ, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ ഓർ ദ കമ്പാനിയൻ ഓഫ് ഏലിയൻ. ഒന്നുകിൽ ഇലോൺ മസ്ക് ഒരു അന്യഗ്രഹ ജീവിയാകണം, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാകണം. കാരണം ഇത്രയും വലിയ ന്യൂറാലിങ്കുകളെ കുറിച്ച്, സ്പേസ് എക്സുകളെ കുറിച്ച് ഭൂമിയിലെ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കുക സാധ്യമല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ കേവലം നമ്മളെപ്പോലെയുള്ള അസാധാരണമായ സാമ്പത്തിക വിജയം നേടിയെന്നതിൻ്റെ പേരിൽ ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അന്യഗ്രഹ ജീവിയാണെന്നും ആ മനുഷ്യന് അറിവ് പറഞ്ഞു കൊടുക്കുന്ന കേന്ദ്രം ഭൗമേതരമായ കേന്ദ്രമാണെന്നും ഇന്നത്തെ ലോകത്തിന് അംഗീകരിക്കാമെങ്കിൽ അതിൻ്റെ 1000 മടങ്ങ് ശക്തിയിൽ ലോകത്തിന് അംഗീകരിക്കേണ്ടി വരും അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവ് ലഭിക്കുന്ന കേന്ദ്രം. ആ വഹിയിന്റെ കേന്ദ്രം ഭൂമിയിലെ ഒരിടമല്ല, ഏതെങ്കിലും മനുഷ്യരല്ല, അത് വഹിയാണ്, അത് മലക്ക് മുഖേനയാണ്, അല്ലാഹുവിങ്കൽ നിന്നാണെന്ന് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നാം റളീനാ ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ നബിയ എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ കൂടെയുള്ളത് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമാണ് മതം എന്നുള്ളതാണ്. ഈ പ്രവാചകരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മതം കിട്ടിയത്, എങ്ങനെയാണ് ദീന് കിട്ടിയത്? നമ്മളാരും 1400 കൊല്ലം മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ, കണ്ണുകൊണ്ട് രൂപം കാണാത്ത, കാതുകൊണ്ട് ശബ്ദം കേൾക്കാത്ത, ഒരു കാരിക്കേച്ചറോ കാർട്ടൂണോ പോലും ലഭ്യമല്ലാത്ത ഒരു പ്രവാചകൻ അല്ലാഹുവിങ്കൽ നിന്ന് വഹി സ്വീകരിച്ചിരുന്നു എന്നതിന്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ, സനദ് മുഖേന തലമുറ കൈമാറി നമ്മുടെ കയ്യിൽ ലഭിച്ച, അറിവിന്റെ പരിധിയിൽ ലഭിച്ച ആ ആധികാരികമായ സ്രോതസ്സാണ്. ആ സ്രോതസ്സാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രമാണം. അതാണ് നമ്മുടെ ദീൻ, അതാണ് ഇസ്ലാം. ആ ഇസ്ലാം മാത്രമാണ് ലോകത്ത് മാനവിക സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. കാലം എത്ര മുന്നോട്ട് പോയാലും, ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും, the more science goes forward, the Islam also goes forward എന്നാണ് പുതിയ കമന്റുകൾ. എത്ര ശാസ്ത്രം മുന്നോട്ട് പോകും തോറും അത്രയും തന്നെ ഇസ്ലാം മുന്നോട്ട് പോകും. ഇസ്ലാമേതരമായ നിങ്ങൾ സാമൂഹിക വ്യവസ്ഥയിലേക്ക് ഇതിന്റെ വിമർശകന്മാർ ഇറങ്ങി വരേണ്ടതുണ്ട്, എക്സ് മുസ്ലിംസ് ഇറങ്ങി വരേണ്ടതുണ്ട്. ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് മാനം മര്യാദക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമോ? പ്രായമായവരെ ബഹുമാനിക്കണമെന്ന്, ഇല്ലാത്തവരോട് കരുണ കാണിക്കണമെന്ന്, അന്യായങ്ങളൊന്നും ചെയ്യരുതെന്ന്, അറ്റ് മിനിമം ലെവൽ റോഡിൽ അനാവശ്യമായി ബ്ലോക്ക് ഉണ്ടാക്കരുത് എന്നെങ്കിലും ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്ന ആധികാരികമായ സ്രോതസ്സുകൾ മതഗ്രന്ഥങ്ങളല്ലാതെ, ഇസ്ലാമിന്റെ പുസ്തകങ്ങളല്ലാതെ, പ്രവാചകന്റെ ഹദീസ് അല്ലാതെ ലോകത്ത് കാണിക്കുക സാധ്യമാണോ? അല്ലെങ്കിൽ മറ്റൊന്നുള്ളത്, സമ്മതമുള്ളതെല്ലാം ശരി, സമ്മതമില്ലാത്തത് തെറ്റ് എന്നാണ്. ആ സമ്മതം കൊടുക്കുന്ന ഏജിനെ കുറിച്ച്, പ്രായപരിധിയെ കുറിച്ച് ലോകത്തിന് കൃത്യമായ നിർവചനമുണ്ടോ? ഇന്ത്യയിൽ 18 വയസ്സാണ്, ചൈനയിൽ 13ആണ്, ഫിലിപ്പൈൻസിൽ 12ആണ്, GCCയിൽ 21ആണ്, അല്ലെങ്കിൽ 20ആണ്, ബഹ്റൈനിൽ 21ആണ്, യൂറോപ്യ രാജ്യങ്ങളിൽ 16ആണ്, അമേരിക്കയിൽ 17ആണ്. ലോകത്ത് പൊതുവായ മാനദണ്ഡമില്ലാത്ത സമ്മതം കൊടുക്കുന്ന പ്രായങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശുദ്ധ ഇസ്ലാമിന്റെ അല്ലാഹുവിങ്കൽ നിന്ന് വഹി മുഖേന ലഭിക്കുന്ന അറിയിപ്പ് കൊണ്ട് മാത്രമേ ലോകത്ത് സുസ്ഥിരമായ ഒരു സാമൂഹികതയെ